പാർലമെന്റ് ബജറ്റ് സമ്മേളനം അടുത്ത മാസം. ബജറ്റ് സമ്മേളനമോ? അതെന്ത് സമ്മേളനം? നമ്മുടെ പാർലമെന്റ്, അതായത് ലോക്സഭയും രാജ്യസഭയും കൂടി ചേർന്ന പാർലമെന്റ് ഒരു വർഷം എത്ര തവണയാണ് സമ്മേളിക്കേണ്ടത്? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭരണഘടനയിൽ അത്ര കൃത്യമായി പറയുന്നില്ല. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാര്യം പറയുന്നുണ്ട്: 2 സമ്മേളനങ്ങൾ തമ്മിലുള്ള ഇടവേള, ആ ഗ്യാപ്പ്, അത് പരമാവധി 6 മാസമേ ആകാവുള്ളൂ. അതായത് ഒരു വർഷം ചുരുങ്ങിയത് 2 തവണയെങ്കിലും സമ്മേളിക്കണം. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഒരു കീഴ്വഴക്കമുണ്ട്. നമ്മുടെ പാർലമെന്റ് ഒരു വർഷം 3 തവണ സമ്മേളിക്കും. ഒരു സമ്മേളനം ചിലപ്പോൾ ആഴ്ചകളോളം നീളാം, ചിലപ്പോൾ മാസങ്ങളോളം നീളാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പാർലമെന്റിന്റെ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ സമ്മേളനം ബജറ്റ് സമ്മേളനമാണ്. ബജറ്റ് അവതരിപ്പിക്കുവാനുള്ള സമ്മേളനം മാർച്ച്, ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. രണ്ടാമത്തേത് മൺസൂൺ സമ്മേളനം, നല്ല കോരിച്ചൊരിയുന്ന മഴയത്തുള്ള സമ്മേളനം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഈ സമ്മേളനം നടക്കുന്നത്. ഏറ്റവും അവസാനത്തത് വിന്റർ സെഷൻ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ സമ്മേളനം. പാർലമെന്റിലെ ഓരോ സെക്ഷനും വിളിച്ചുകൂടുന്നത് ആരാണ്? പ്രസിഡന്റ്. അങ്ങനെ വിളിച്ചു ചേർക്കുന്നതിന് പറയുന്നതാണ് സമ്മൺ ചെയ്യുക, സമൺ. അതുപോലെ ഓരോ സെഷനും അവസാനിപ്പിക്കണമല്ലോ, അതും ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അത് പ്രൊറോഗേഷൻ. എന്ത്? പ്രൊറോഗേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ജേൺമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അഡ്ജേൺമെന്റ്? പറയാം. ഓരോ ദിവസത്തെയും സമ്മേളനം അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെ ഓരോ ദിവസത്തെയും സമ്മേളനം അവസാനിപ്പിക്കുന്നതിനാണ് അഡ്ജേൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദിവസം പാർലമെന്റിൽ തർക്കവും ബഹളവും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഈ പാർലമെന്റിലെ സമ്മേളനം നിർത്തിവെക്കണം. അതിനും അഡ്ജേൺമെന്റ് എന്ന് പറയാം. ഈ അഡ്ജേൺ ചെയ്യാൻ പ്രസിഡന്റ് വേണ്ട, പകരം സഭാ അധ്യക്ഷൻ മതി. ലോക്സഭയിൽ സ്പീക്കർ, രാജ്യസഭയിൽ ചെയർമാൻ. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ടേമാണ് റിസസ്. ഒരു സെഷൻ അവസാനിക്കുന്ന അന്നു മുതൽ അടുത്ത സെഷൻ തുടങ്ങുന്നതുവരെയുള്ള ആ ഒരു ഇടവേള, ആ ഒരു കാലയളവിന് പറയുന്ന പേരാണ് റിസസ്. അപ്പോൾ പാർലമെന്റിനെ കുറിച്ചുള്ള വളരെ കുറച്ച് വിവരങ്ങളാണ് പറഞ്ഞത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ചെറിയ വിവരങ്ങളുമായി ഉടനെ തിരിച്ചു വരാം. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബേ.